ഹലോ ഗൈസ്, അങ്ങനെ ഒരു ദിവസത്തെ തൈഫിലെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇന്ന് ഈദാണ് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും പള്ളിയിലെല്ലാം പോയി പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല ബിരിയാണി എല്ലാം കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാം കേട്ടോ. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജിദ്ദ വഴി യാംബൂലേക്കാണ്. ഈ ജിദ്ദയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മക്കയ്ക്കും തൈഫിനും ഇടയിലുള്ള അൽഹദ ചുരം വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതിൽ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങി തുടങ്ങാം കേട്ടോ. തൈഫിനും മക്കയ്ക്കും ഇടയിലുള്ള അൽഹദ മൗണ്ടിൽ നിന്ന് തുടങ്ങുന്ന ചുരം. ഇതെന്ന് പറയുന്നത് ഒരു 2177 മീറ്ററോളം എബോ സീ ലെവലിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 90 മുകളിൽ വളവുകൾ ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. വളവുകളും തിരിവുകളും ഒക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് കാണാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവാദമൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് നിർത്തി ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു. ഇവിടുത്തെ വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ അൽഹദ കേബിൾ കാറാണ്. ഇത് 4.2 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഗ്ലോബലി ഇത് 5ാം സ്ഥാനത്തും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാറാണ് കേട്ടോ. ഈ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജബൽ അൽഹദ മൗണ്ടനിലുള്ള റമദ ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അൽഖാർ ടൂറിസ്റ്റ് വില്ലേജിലാണ് ഇത് അവസാനിക്കുന്നത്. തൈഫിനെ ടൂറിസ്റ്റ് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ വേറൊരു റീസണാണ് തണുപ്പുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ. മോസ്റ്റ്ലി ഈ റോസൊക്കെ ഇവിടെ നന്നായിട്ട് രീതിയിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ റോസ് അത്തറൊക്കെ ഇവിടുത്തെ ഫേമസ് ആണ്. അതുകൊണ്ട് തൈഫിന് വേറൊരു പേരും കൂടിയുണ്ട്, സിറ്റി ഓഫ് റോസ്. സാധാരണയാണോ നമ്മൾ തൈഫിലേക്ക് വന്നു, 1 ഡേ സ്റ്റേ ചെയ്തു. നമ്മൾ റിട്ടേൺ ആണ്. നമ്മൾ ചെക്കന്മാരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു വൈബ് ഉള്ള ടീമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും കാണാനായിട്ടുണ്ടോ, പ്രാവശ്യം വന്ന് വിസിറ്റ് ചെയ്യണം. ശരിക്കും നമ്മൾ തണുപ്പുള്ള സമയത്ത് ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് ഞാൻ ചെയ്യും ഈ ഒരു വ്യൂ. പക്ഷേ ഇപ്പം ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ യാംബൂ. അപ്പം യാംബൂലേക്ക് പോവുകയാണ് എല്ലാവരും. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. നിങ്ങളിത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കേബിൾ കാർ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ മേൽഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചുരം കുറച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ മേളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ്, അതാണ് റമദ ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ താഴെ ഇറങ്ങി പോകുമ്പോൾ പറ്റുവാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം.
ഞാൻ 2016 ഒരു പ്രാവശ്യം തൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കേബിൾ കാറിലൊന്നും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. അന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യണില്ല. ഇതിൻ്റെ റേറ്റ് ഓരോ പ്രാവശ്യമായിട്ട് വേരി ചെയ്യുന്നതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ആണ്. ചില ടൂറിസ്റ്റ് പ്ലേസുകൾ അങ്ങനെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്താലും നമുക്ക് വീണ്ടും പല കാര്യങ്ങളും പുതുമയായിട്ട് തോന്നുമായിരിക്കും. തീർച്ചയായിട്ടും അന്ന് ഞാൻ വന്ന സ്ഥലങ്ങളല്ല ഞാൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് കാണാനുണ്ടാകും. ഇനിയും ഒരു പ്രാവശ്യം കൂടി, ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ദിവസമുള്ളത് സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി നിന്ന് തണുപ്പുള്ള സമയത്ത് കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് അത്ര തണുപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ നല്ല കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ -ഡിഗ്രിയോളം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടതിനകത്ത് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൗണ്ടൈനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോയത്, സൺസെറ്റിൻ്റെ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഫോട്ടോസ് വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോഴും നിങ്ങളും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് കേട്ടോ തൈഫ് എന്ന് പറയുന്നത്. നമ്മളധികം ട്രാഫിക് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ റിയാദിൽ നിന്ന് വന്നതുകൊണ്ട് അവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വ്യൂ നമുക്ക് വിസിറ്റ് വരുന്നവർക്ക് കേട്ടോ, ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നവരുടെ എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള വിസിറ്റ് ചെയ്ത് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് തൈഫ് എന്ന് പറയുന്നത്. വാട്ടർ തീം പാർക്ക് അതിലൊരു മറ്റേ റെയിൽ പോലത്തെ കാണുന്നത്, അതിൽ നമ്മളൊരു മക്കയിലേക്ക് നോൺ മുസ്ലിംസ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുവഴി നമ്മൾ നോൺ മുസ്ലിംസ് ആയവർ അവിടെ തിരിഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്രാവശ്യത്തേലെന്ന് വെച്ചാൽ ഈവൻ മുസ്ലിംസ് ആണെങ്കിൽ കൂടിയും അവർക്ക് വിത്തൗട്ട് പെർമിഷനിൽ മക്കയിലേക്ക് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആ ദൂരെ ആ കാണുന്നതാണ് കേട്ടോ മക്ക ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് കേട്ടോ. எப்படி இருக்கு? 4 மணிக்கூர் നല്ല നല്ല ചെനച്ച മാങ്ങ. ഇതെന്തൊക്കെയാണ് അത്? മുളകും ഉപ്പ് വെളിച്ചെണ്ണ. ഓ പൊളി. നോസ്റ്റു. എന്താണ് എന്താണത്? ഇത് നമ്മളെ ലോകത്തിൽ ഇതിന്റെ ടേസ്റ്റിനേക്കാൾ വെല്ലുന്ന വേറെ ടേസ്റ്റ് ഉണ്ടാവും. പറഞ്ഞോ ഉപ്പിലിട്ടതും മറ്റേ ഇത് ചനച്ച മാങ്ങ. പക്ഷെ സംഭവം അറിയോ, ഇപ്പൊ നമുക്ക് ആ ഡയലോഗ് പറയാനേ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാനേ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അണ്ടിപ്പരിപ്പിന്റെ ജിദ്ദത്താനായില്ലേ, നമുക്കൊരു ചായ കുടിച്ചാലോ? നല്ല റെഡിയല്ലോ.
നല്ല ഐഡിയ എവിടേക്കാ പോവാ? ദേവപുട്ട് ലൊക്കേഷൻ ഒക്കെ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ? വെറും 15 കിലോമീറ്റർ 18 കിലോമീറ്റർ 18 കിലോമീറ്റർ. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ദേവ്പുട്ടിലേക്ക് പോവാണ് കേട്ടോ. ജിദ്ദയിലെ മദീന റോഡിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് ദേവ്പുട്ടുള്ളത്. റീസെൻ്റ്ലി 2024 ഓഗസ്റ്റ് 29 ദിലീപും നാദിർഷയൊക്കെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത ന്യൂ ഷോറൂമാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട്, ഇവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഞങ്ങൾ പറഞ്ഞിരുന്നത് ചായയും പഴംപൊരി ആയിരുന്നു കേട്ടോ. പഴംപൊരി അപ്പം തന്നെ അവർ ഫ്രൈ ചെയ്ത് തരികയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പഴംപൊരി. പിന്നെ അവിടുത്തെ ആംബിയൻസും പിന്നെ നല്ല സ്ലോ മ്യൂസിക്കും ഒക്കെ നമുക്കൊരു നല്ലൊരു ഫീൽ തരും. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു മൊമെൻറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ജിദ്ദ ക്രോസ് ചെയ്തു. നമുക്കിനി ഏകദേശം ഒരു 300 മേലെ കിലോമീറ്റർ ഉണ്ട് യാമ്പൂലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളധികം അത്യാവശ്യം വളരെ സ്ലോ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ ട്രാവലും കൂടി എൻജോയ് ചെയ്യണമല്ലോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഞങ്ങൾ ഏകദേശം ലേറ്റായിട്ടാണ് യാമ്പൂൽ എത്തിച്ചേർന്നത്. യാമ്പു അത്യാവശ്യം തൈഫിനെ കമ്പയർ ചെയ്തുമ്പം അതിലും കാം ആൻഡ് ക്വയറ്റ് ആ ഒരു ഏരിയയാണ് യാമ്പു എന്ന് പറയുന്നത്. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മൾ റൂമെടുത്ത് പുറത്ത് പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനിലാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ യാമ്പൂലെ വിശേഷങ്ങളാണ്. അപ്പം മറക്കണ്ട, ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. യാമ്പൂലെ വിശേഷങ്ങൾ അടിപൊളിയാണ് കേട്ടോ, കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ്. ബീച്ചും ഏരിയയും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ.